IS രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, 11 മണിക്കാണ് കോടതി ചേരുക. ഇന്നിപ്പോൾ ശിക്ഷാവിധിയിന്മേൽ വാദമുണ്ടാവും. പ്രതികളുടെ അഭിഭാഷകർക്ക് പരമാവധി ശിക്ഷ കൊടുക്കരുത് എന്നാവശ്യപ്പെടാനുണ്ടാവും. പരമാവധി ശിക്ഷ പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ആവശ്യപ്പെടും. അപ്പോൾ ഇന്ന് തന്നെ ഉത്തരവുണ്ടാവാനാണോ, ശിക്ഷാവിധിയിന്മേൽ ഇന്ന് തന്നെ ഉത്തരവുണ്ടാകാനാണോ സാധ്യത, അതോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുമോ? എന്ന് മാത്രമല്ല, ഒരുപാട് നീണ്ട വിധിന്യായമാണ്. വിധിയുടെ പകർപ്പ് എപ്പോഴേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? എപ്പോഴേക്ക് വിധി പകർപ്പ് പുറത്തെത്തും? ഘട്ടത്തിൽ ഈ പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദമാണ് നടക്കുക. പറഞ്ഞോളൂ. കോടതി 11 മണിക്ക് തന്നെ ചേരും. 11 മണിക്ക് ചേരുന്ന ഘട്ടത്തിൽ പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദമായിരിക്കും പ്രധാനമായും ആദ്യം നടക്കുക. അതിൽ പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിക്ഷ പരമാവധി കുറയ്ക്കണം എന്നതായിരിക്കും അവർ ആവശ്യപ്പെടുക. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കാറ്, ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന ഘട്ടത്തിൽ അന്ന് തന്നെ ഈ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുകയും ഓർഡർ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയൊക്കെയാണ് സാധാരണഗതിയിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അന്ന് കുറ്റക്കാരാണ് എന്ന് ആരൊക്കെ കണ്ടെത്തിയോ, അല്ലെങ്കിൽ കുറ്റക്കാരല്ല എന്ന് ആരൊക്കെ കണ്ടെത്തിയോ, അതിനുശേഷം കോടതി നടപടിക്രമങ്ങൾ അവസാനിച്ചു. തുടർന്ന് ഇന്നാണ് അതിന് മറ്റൊരു ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാവിലെ ഈ ഒരു പ്രോസസ്സിന് ഒരു പരമാവധി 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ എടുക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ കാര്യങ്ങൾ കേട്ട ശേഷം ഉച്ചയ്ക്ക് ശേഷം ഇതുകൂടി ഇന്ന് നടക്കുന്ന ഈ ഹിയറിംഗിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷയിന്മേലുള്ള വാദത്തിന്റെ ഭാഗങ്ങൾ കൂടി ഈ വിധിന്യായത്തിന്റെ ഭാഗമായി വരണം. അപ്പോൾ അതൊരു ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് ഇന്ന് തന്നെ പറയണമോ അല്ലെങ്കിൽ അടുത്തൊരു ദിവസത്തേക്ക് മാറ്റണമോ എന്ന്. സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണി വരെ സമയമുണ്ട്. 5 മണിക്ക് തന്നെ പറയാം. പക്ഷേ അങ്ങനെ ഉത്തരവ് പറയുന്ന ഘട്ടത്തിൽ ഇവർക്ക് ഈ ഉത്തരവിന്റെ പകർപ്പ് പ്രതികൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. 6 പ്രതികൾക്കും അത്തരത്തിൽ നൽകണം. സ്വാഭാവികമായിട്ടും അല്പം ഇത് കൂടുതലുള്ള പേജുകൾ കൂടുതലുള്ള വിധിന്യായവുമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ സാങ്കേതികമായ ഇത്തരം കാര്യങ്ങൾ വരുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ നടക്കാൻ പോകുന്ന നടപടികൾ എന്ന് പറയുന്നത് ഈ ശിക്ഷയിന്മേലുള്ള വാദം, അത് സ്വാഭാവികമായിട്ടും നടക്കും. അതിൽ എത്ര സമയം നീണ്ടുപോകും? കാരണം 6 പ്രതികളുണ്ട്, അവർക്ക് 6 പേർക്കും പറയാനുള്ളത് കേൾക്കണം. അതോടൊപ്പം പ്രോസിക്യൂഷൻ ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കും. അവർക്ക് ജീവപര്യന്തം ശിക്ഷയടക്കം നൽകണം. കാരണം ഗ്യാങ് റേപ്പ് അടക്കം ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതാണ് കോടതി സ്റ്റാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്ന വാദം മുന്നോട്ട് വയ്ക്കും. ഇത് കേട്ട ശേഷം കോടതി ഇതിൽ ഒരു ഉത്തരവ് പറയും. ഒരുപക്ഷെ ഇന്ന് തന്നെ വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ വിധിന്യായം അല്ലെങ്കിൽ വിധിപ്രസ്താവം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അല്ലെങ്കിൽ അതൊരു മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ഉത്തരവിനായി മാറ്റുകയും ചെയ്യാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സിലൂടെയാണ് ഈ കേസ് ഇന്ന് കടന്നു പോകുന്നത്. ജഡ്ജ് അടക്കം കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രതിഭാഗം അഭിഭാഷകരും പ്രോസിക്യൂഷൻ അജകുമാർ ഉൾപ്പെടെ, പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ അല്പസമയത്തിനകം തന്നെ എത്തും. അതോടൊപ്പം പ്രതിഭാഗം അഭിഭാഷകർ ഓരോരുത്തരും എത്തിക്കഴിഞ്ഞു. പ്രതികളെ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് കൊണ്ടുവരും. 11 മണിക്ക് പ്രതികളും ഹാജരാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പ്രക്രിയ. 11 മണിക്ക് കോടതി ആരംഭിക്കും. ശിക്ഷാവിധിയിന്മേലുള്ള വാദമാണ്. ഇന്ന് തന്നെ വിധി ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്.